ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പെട്ടെന്ന് നരച്ച മുടി കറുപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതും തികച്ചും നാച്ചുറലായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള 1-2 ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് പൗഡറായിട്ട് നമുക്ക് ഇതുപോലെ പൗഡറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റും. അത് നന്നായിട്ട് മുടി വളരാനും നന്നായിട്ട് മുടി കറുക്കാനും ഹെൽപ്പ് ചെയ്യും ഈ ഒരു പാക്ക്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ ഇൻഗ്രീഡിയൻസ് വെച്ച് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് നരച്ച മുടി കറുപ്പിക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും വലിയൊരു പ്രശ്നമാണ് അകാല നര. കൊച്ചു കുട്ടികളിലും വലിയവർക്കൊക്കെ സ്ഥിരമായിട്ട് കണ്ടുവരുന്നതാണ് അകാല നര. അപ്പോൾ കൂടുതൽ കെമിക്കൽ ഹെയർ ഡൈസ് ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ പ്രശ്നങ്ങൾ വരാറുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ആൽമണ്ട്, ബദാം എടുത്തിട്ടുണ്ട്, ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കരിഞ്ജീരകവും അതുപോലെ കുറച്ച് ഉലുവ എടുക്കാം കേട്ടോ. സ്ഥിരമായിട്ട് നമ്മൾ കരിഞ്ജീരകം ഉലുവയൊക്കെ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ കൊച്ചു കുട്ടികളിലൊക്കെ നരകളും അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് എണ്ണ കാച്ചുന്നതൊക്കെ എപ്പോഴും നല്ലതാണ്. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ ഇൻഡിഗോ പൗഡറിൻ്റെ ഇലയില്ല, ഇൻഡിഗോ ഇല, നീലാംബരിയുടെ ഇല, ഡ്രൈ ആയിട്ടുള്ള ഇലയാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ അടുത്തതായിട്ട് കുറച്ച് സവാളയുടെ തോൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയുടെ തൊണ്ട് നന്നായിട്ട് കഴുകി ഒന്ന് ഡ്രൈ ആയിട്ടാട്ടോ ഇട്ട് കൊടുക്കുന്നത്, കാരണം അതിനകത്ത് പൊടികളൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക കേട്ടോ. ഈ ഒരു മിക്സ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് വരാനും നല്ല രീതിയിൽ മുടി കറുത്ത് വരാനും ഹെൽപ്പ് ചെയ്യുന്നത് ഒരു പൗഡറാണ്. അപ്പോൾ ഈ ഒരു പൗഡർ നിങ്ങളിങ്ങനെ പൊടിച്ചിട്ട് ഇത് മാത്രം മിക്സ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ രീതിക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേയിലയും അതുപോലെ 1-2 സാധനങ്ങളോട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് റീത്ത ഷിക്കാക്കായ് എന്ന് പറയുന്ന സംഭവമാണ്. സോപ്പ് നട്ടാണ് ഈ ഇരിക്കുന്നത്, പിന്നെ ഷിക്കാക്കായ്. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് നല്ലൊരു കണ്ടീഷണർ തന്നെയാണ്, മുടിക്ക് നല്ല ഷൈനിങ്ങും അതുപോലെ നല്ല ഹെയർ ഗ്രോത്ത് ഒക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് റീത്തയും ഷിക്കക്കായൊക്കെ. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 1/2 ഗ്ലാസ് കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ റീത്തയും ഷിക്കക്കായൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് അതിൻ്റെ കറക്റ്റ് സത്ത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടണം. എന്നിട്ട് നമുക്കിതുപോലെ ഒരു അരിപ്പയിൽ നിന്ന് അരിച്ചിട്ട് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് എന്ന് പറയുന്നത് ഇതുപോലെ ഈ ഒരു പൗഡർ മാത്രം നമുക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന രീതിക്കാണെങ്കിലും നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഏത് രീതിക്ക് ചെയ്താലും ഈ ഒരു പൗഡർ നല്ലതാണ് ഹെയർ ഗ്രോത്തിനും അതുപോലെ ചെറുതായിട്ട് നരകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേ വീഡിയോസ് ഇട്ടുന്നുണ്ട്. കുറേ പേര് ചോദിക്കുന്നത് ഏത് ഹെയർ ഡൈ ആണ് കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഹെയറിന് ഏതാണോ പറ്റുന്നത് അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാവുന്നവരെ ഒന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരിക്കലും തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ആക്കരുത്. ചെറിയ തീ വെച്ചിട്ട് നന്നായിട്ട് ചെറുതായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ പെട്ടെന്ന് കത്തിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള സത്തും നഷ്ടപ്പെടും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ ചൂടാറി കഴിഞ്ഞതിന് ശേഷം തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു പൊടിച്ചെടുക്കുന്ന ഒരു മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മളെ തലയോട്ടിയിൽ എല്ലാ ദിവസവും തേച്ച് കൊടുക്കുകയാണെങ്കിലും ഹെയർ ഗ്രോത്ത് വരാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത്ര എഫക്റ്റീവായിട്ടുള്ളൊരു പൗഡറാണിത്. അപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിൽ പൊടിച്ചു. അപ്പോൾ പൊടിച്ചു കഴിഞ്ഞപ്പോൾ ഫൈൻ പൗഡറായിട്ടൊന്നും നമുക്ക് കിട്ടിയില്ല, ചെറുതായിട്ട് ഒന്ന് പൊടിയാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെറിയ അരിപ്പയിൽ വെച്ചിട്ടൊന്ന് അരിച്ച് ഒരു പാത്രത്തിലൊക്കെ ആക്കി എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അരിച്ചെടുത്തിട്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ പൗഡർ എടുത്തിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പരുവം. ഇപ്പോൾ അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയിൽ എത്ര നരയുണ്ടോ, കൂടുതൽ നരയുള്ളവർ കൂടുതൽ പൗഡർ എടുക്കുക. ഇപ്പോൾ എൻ്റെ തലയിലെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ 1-2 നരകളേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ നെറ്റി ഭാഗത്തൊക്കെ നരയുള്ളവർ 1-2 ടേബിൾ സ്പൂൺ എടുക്കുക. അപ്പോൾ ഇതായി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൗഡർ പിടിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ചെറുതായിട്ടൊരു തരിയുണ്ട്. കുറച്ചും കൂടി പൊടിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് കുഴപ്പമില്ല, നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്താൽ കുഴപ്പമില്ല. ഇനി ഞാൻ രണ്ടാമതായിട്ട് 1 ടേബിൾ സ്പൂൺ നീലാമരി പൗഡർ, ഇൻഡിഗോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻഡിഗോ പൗഡർ എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പൗഡർ എടുക്കുക. നമ്മൾ യൂസ് ചെയ്ത പൗഡർ ആണെങ്കിൽ നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത പൗഡർ എടുക്കുക കേട്ടോ. പിന്നെ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട് നമ്മൾ കാറ്റൊക്കെ കയറിയിട്ട് പിന്നീട് എടുക്കുമ്പോൾ ആ കറക്റ്റ് ഗുണം കിട്ടില്ല. അതാണ് നമ്മൾ ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് റിസൾട്ട് കിട്ടാത്തത്. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ പൗഡർ പൊടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്യാമെന്ന്. അപ്പോൾ ഒരിക്കലും നീലാംബരി പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാൻ പറ്റില്ല. നീലാംബരി പൗഡർ നമ്മൾ തേക്കണ സമയത്ത് മാത്രം
മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നേരത്തെ ഇത് മിക്സ് ചെയ്ത് വെക്കരുത്. ഇത് നമ്മൾ പൊടിച്ച പൗഡർ മാത്രം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അത് ചീത്തയാവില്ല. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 സ്പൂൺ നീലാമ്പരി പൗഡർ കൂടി ചേർത്തിട്ട് ഈ ഒരു വെള്ളം വെച്ച് നമുക്ക് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പൊടിച്ച് പൗഡറായിട്ട് ഇങ്ങനെ ഒരുമിച്ച് വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നീലാമ്പരി എപ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യണം ആ ഒരു സമയത്ത് മാത്രം ഇൻഡിഗോ പൗഡർ ഇട്ടിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് തേയില വെള്ളം മിക്സ് ചെയ്ത് ഒന്ന് ചൂടാറിയ വെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ പാക്ക് വെക്കേണ്ട. ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ, കാരണം നീലാമ്പരിയുടെ ആ ഒരു ഗുണങ്ങൾ ഇറങ്ങുന്നത് ആ ഒരു ടൈമിനാണ്. അപ്പോൾ ആ കുറേ നേരം കഴിഞ്ഞ് അതിൻ്റെ ആ ഗുണം കംപ്ലീറ്റ് പോകും. അപ്പോൾ 10 മിനിറ്റിന് ഉള്ളിൽ തന്നെ നമ്മുടെ ഹെയറിലേക്ക് തേച്ചിരിക്കണം. അപ്പോൾ ആ മിക്സ് ഏകദേശം ഇതുപോലെ നല്ല ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം മതി കേട്ടോ. ഇത് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയി. അപ്പോൾ നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യണ സമയത്ത് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ മുടിയുടെ നരയൊക്കെ കൂടുതലുള്ളവർക്ക് എല്ലാ ഭാഗത്തോട്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ബ്രഷ് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ തലയിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു 2 മണിക്കൂറൊക്കെ തേച്ച് വെച്ചാൽ മതി. പിന്നെ തേക്കുന്നതിന് മുന്നേ തലയിൽ ഓയിലിൻ്റെ അംശമൊന്നും പാടില്ല. തലേ ദിവസം തന്നെ എണ്ണയൊക്കെ ഇട്ട് ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകി കളഞ്ഞേക്കണം. അപ്പോൾ എണ്ണമയമൊക്കെ കംപ്ലീറ്റ് പോയിക്കൊള്ളണം. എന്നിട്ട് നമ്മുടെ നിറകയിൽ എവിടെയാണോ നമ്മുടെ തലയിൽ നര ആ ഭാഗത്തൊക്കെ നമുക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നര കൂടുതലാണെങ്കിൽ തല ഫുള്ളായിട്ട് മുടി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഒരു കെമിക്കൽസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ചിട്ട് തന്നെ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കൈവച്ചിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ആ ഒരു ബ്രഷ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം എല്ലാ ഭാഗത്തും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ബ്രഷ് ആകുമ്പോൾ ഇതിപ്പോൾ മുടിയാകുമ്പോൾ കൈയാകുമ്പോൾ നമുക്ക് നരകൾ കംപ്ലീറ്റ് ചെറിയ ചെറിയ നരകളല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്രഷിലോട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ ഭാഗത്തോട്ടും. അപ്പോൾ എവിടെയൊക്കെയാണോ നരയുള്ളത് അവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെന്നോളും. അപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആവും. എന്നിട്ട് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്യുക കേട്ടോ. ആഴ്ചയിൽ 3 വട്ടമെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്തോ. സ്ഥിരമായിട്ടുള്ള നര വരുന്നവർക്ക് അത് കുറയുകയും ചെയ്യും. പിന്നെ നര തുടങ്ങുന്നവർക്കും അത് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. നരച്ച മുടി പെട്ടെന്ന് ബ്ലാക്ക് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം.